പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു കാര്യമാണ്. വോളിയം 1 ഒരു കാര്യമാണ്. അതില് മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദിന്റെ ബുക്കില് എല്ലാ മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് പറയുന്നത്. അതില് ഒരു ശിഷ്യനായിട്ടുള്ള തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിന്റെ ഒരു പാസ്റ്റ് ടൈം പറയുന്നുണ്ട്. മഹാരാജിനെ ഇസ്കോണിൽ എല്ലാവരും അറിയപ്പെടുന്നത് പ്രഭുപാദിന്റെ വലങ്കൈ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അത്ര കോൺഫിഡൻഷ്യൽ സെർവന്റ് ആയിട്ടാണ് തമാൽ കൃഷ്ണ മഹാരാജിനെ അറിയപ്പെടുന്നത്. അപ്പം അതിൽ മഹാരാജ് പറയുന്ന ഒരു പോയിന്റ്, പ്രഭുപാദിനൊരു ഒരു സേഫ് ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. ആ സേഫിലാണ് പ്രഭുപാദ് എല്ലാ വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും വാല്യുബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയ കാര്യങ്ങളും എല്ലാം വച്ചിരിക്കുന്നത്. അപ്പൊ ആ സേഫിന്റെ താക്കോല് പ്രഭുപാദ് എപ്പോഴും തന്റെ റിസ്റ്റ് വാച്ചിലാണ് വച്ചിരിക്കുന്നത്. റിസ്റ്റ് വാച്ചില് അതിൽ കോർത്താണ് ഇട്ടിരിക്കുന്നതെന്ന് തമാൽ കൃഷ്ണ മഹാരാജ് പറയും. പ്രഭുപാദ് അത് ഒരു സ്ഥലത്ത് പോലും അത് വെറുതെ വെച്ചിട്ട് പോകത്തില്ല, എപ്പോഴും കൂടെ കൊണ്ടുപോകും എന്ന് പറയും. അപ്പം വൃന്ദാവനത്തിൽ വെച്ച് പ്രഭുപാദ് ഒരു അസുഖബാധിതനായി തുടങ്ങി. ഇല്ലായി തുടങ്ങിയപ്പോഴത്തേന് ഏകദേശം അദ്ദേഹത്തിന്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് ക്ഷയിച്ചു തുടങ്ങിയ സമയത്ത് പ്രഭുപാദ് തമാൽ കൃഷ്ണ മഹാരാജിനെ വിളിപ്പിച്ചു. എന്നിട്ട് ഒരു റൂമിലേക്ക് ആരും ഇല്ലാത്ത സമയത്ത് വിളിപ്പിച്ചിട്ട് ഈ കീ അദ്ദേഹത്തിന് കൊടുത്തു. ഇത് നീ വച്ചിരിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ തമാൽ കൃഷ്ണ മഹാരാജ് ആ കീ വച്ചിരുന്നു. ഇസ്കോണിനെ സംബന്ധിച്ച് എല്ലാ വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും പ്രഭുപാദിന്റെ ആ സേഫിലാണുള്ളത്. പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഓരോരുത്തർ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന വില പിടിപ്പിച്ചുള്ള ആ ഒരു ആഭരണങ്ങളും ഇതെല്ലാം പ്രഭുപാദ് ആ ഒരു സേഫിലാണ് വച്ചിരിക്കുന്നത്. അപ്പൊ തമാൽ കൃഷ്ണ മഹാരാജിന് കൊടുത്തു. മഹാരാജ് പറയുന്നതെന്ന് വെച്ചാൽ പ്രഭുപാദിന് എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറയും. ഇപ്പം ഒരു കീ വെച്ച് തുറന്ന് അത് വേറൊരു കീ വെക്കാനായിരിക്കും ആ ഇത് വെച്ചിരിക്കുന്നത്. അത് തുറന്നു കഴിഞ്ഞാലേ ആ കീ കിട്ടത്തുള്ളൂ. ആ കീ വെച്ച് തുറന്നാലേ മറ്റൊരു കീ കിട്ടത്തുള്ളൂ. അങ്ങനെ അത് സേഫ് തുറക്കാനായിട്ട് പറ്റും. പിന്നെ ഓരോ കീക്കും പ്രഭുപാദ് ലേബലും ചെയ്ത് വെക്കും എന്ന് പറയും. ഇന്ന കീ ഉണ്ട്, ഇതാണ് ചെയ്യുന്നത്. പിന്നെ സേഫ് നോക്കിക്കഴിഞ്ഞാൽ പോലും അതിനകത്ത് ഓരോ സ്ഥലത്ത് ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കും. ഇന്ന സ്ഥലം വെക്കേണ്ട സ്ഥലം ഇതാണ് എന്നിങ്ങനെ ഓരോന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി വെച്ചേക്കും. പ്രഭുപാദ് തമാൽ കൃഷ്ണ മഹാരാജിനോട് പറയും, എന്ത് ഡോക്യുമെന്റ് ആയാലും സാധാരണ ഒരു ലെറ്റർ ആണെങ്കിൽ പോലും നമ്മൾ 7 വർഷം അത് സൂക്ഷിച്ചു വെച്ചേക്കണം എന്ന് പ്രഭുപാദ്. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രഭുപാദ് ഇതെല്ലാം അടുക്കി വെക്കുന്നത്. പ്രഭുപാദ് എപ്പോഴും പറയുന്നത്, പണ്ട് ഇന്ത്യൻ റെയിൽവേക്ക് ഒരു മോട്ടോ ഉണ്ട്, അതായത് എല്ലാ എംപ്ലോയീസും ആ വീല് കറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം എന്നുള്ളത്. അതായത് എല്ലാ എംപ്ലോയീസിന്റെ ഉത്തരവാദിത്തമാണ് ട്രെയിൻ മൂവ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഓരോ കാര്യത്തിനും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രഭുപാദ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ തമാൽ കൃഷ്ണ മഹാരാജൻ ഈ കീ കൊടുത്തിട്ട് മഹാരാജ് എന്ത് ചെയ്തു വെച്ചാൽ കീ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ അദ്ദേഹം പ്രഭുപാദ് അസുഖബാധിതനായിട്ടിരിക്കുന്ന സമയത്ത് പ്രഭുപാദ് ഒരു ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി മഹാരാജിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തുനിന്ന് ഈ ഡോക്യുമെന്റ്. അപ്പോഴാണ് മഹാരാജ് തിരക്കുന്നത്, നോക്കുമ്പോ കീ കാണുന്നില്ല. പിന്നെ മഹാരാജ് എല്ലായിടത്തും ഫ്രാൻറ്റിക് ആയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി, ആ കീ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അന്വേഷിച്ച് അവസാനം കിട്ടിയില്ല. പിന്നെ മഹാരാജ് കുറെ സെർവൻസിനെയും വെച്ച് അന്വേഷിക്കാൻ തുടങ്ങി കീ എവിടെ കിട്ടിയെന്ന്. പക്ഷെ എവിടെയൊന്നും കീ കിട്ടിയില്ല. അവസാനം പ്രഭുപാദിന്റെ അടുത്ത് അദ്ദേഹം എത്തി. പ്രഭുപാദ്, എനിക്ക് അങ്ങയോടൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, എന്താ പറയണ്ടേന്ന് ചോദിച്ചു. എന്താ പറയാൻ? മഹാരാജ് പറഞ്ഞു, എന്റെ ഇന്ന് അങ്ങ് തന്ന കീ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് പറഞ്ഞു, കോൾ ദ GBC വിളിക്കാൻ പറഞ്ഞു. പിന്നെ തമാൽ കൃഷ്ണ മഹാരാജ് ചോദിച്ചു, ഏത് GBC ആണ് വിളിക്കേണ്ടത്? അപ്പൊ വൃന്ദാവനത്തിലുള്ള കുറച്ച് GBCs എന്തായാലും വൃന്ദാവനത്തിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെ ആരെയാ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ പ്രഭുപാദ് പറഞ്ഞു, കോൾ ദ ഹോൾ GBC, എല്ലാ GBCമാരെയും വിളിക്കാൻ പറഞ്ഞു. പല GBCമാരും യൂറോപ്പിലും അമേരിക്കയിലൊക്കെയാണ്. അപ്പം തമാൽ കൃഷ്ണ മഹാരാജന് അതൊരു ഭയങ്കര ഒരു ഷോക്കിംഗ് ഇതായിട്ട് തോന്നി. കാരണം ഒരു കീ കളഞ്ഞതിന് അവിടുന്ന് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിക്കാനാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആകെ എന്ത് ചെയ്യണം എന്ന്, തന്റെ അസ്തിത്വം തന്നെ ഇല്ലാതായ ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്.
എന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു ഇനി GBCs ഒക്കെ വന്നിട്ട് തീരുമാനിക്കും എന്നെ എന്ത് പണിഷ്മെന്റ് ആണ് എനിക്ക് തരേണ്ടതെന്നുള്ളത് തീരുമാനിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം GBCസിനെല്ലാം വിളിക്കാനായിട്ട് പോകുമ്പോൾ അദ്ദേഹം വിചാരിച്ചു ഒന്നുകൂടെ ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞ് പിന്നെ അന്വേഷിക്കും. പക്ഷെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ വിചാരിച്ചത് ഇന്ത്യൻ ലോക്കാണല്ലോ, ഇന്ത്യക്കാരുണ്ടാക്കി ചിലപ്പം വേറൊരു കീ വെച്ച് തുറന്നാൽ ചിലപ്പോൾ തുറക്കാൻ പറ്റും എന്ന് വിചാരിച്ച് മഹാരാജ് അതുപോലുള്ള ഒരു കീ കൊണ്ടുവന്ന് തുറക്കാൻ നോക്കി. ഭാഗ്യത്തിന് കീ തുറന്ന് അത് ഭയങ്കര സന്തോഷത്തില് പ്രഭുപാദിന്റെ അടുത്ത് തമാൽകൃഷ്ണ മഹാരാജ് വന്നിട്ട് പറഞ്ഞു, പ്രഭുപാദ് എനിക്ക് ഇത് തുറക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പം പ്രഭുപാദ് ചോദിച്ചു, എനിക്ക് കീ കിട്ടിയോന്ന് ചോദിച്ചു. ഇല്ല, കിട്ടിയില്ല, എനിക്ക് വേറൊരു കീ വെച്ച് എനിക്കിത് തുറക്കാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞു. ഉടനെ പ്രഭുപാദ്, എങ്കിൽ നീ അത് കളഞ്ഞതില് നീ വിഷമിക്കണ്ട, കാരണം ആ ലോക്ക് മോശം ലോക്കാണ്. കാരണം വേറെ കീ വെച്ച് അത് തുറക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ ഉറപ്പുള്ള ലോക്കല്ല. അതുകൊണ്ട് ഇനി മുതൽ നീ ശ്രദ്ധിക്കണം, കീ എപ്പോഴും നിന്റെ ബ്രാഹ്മൺ ത്രെഡിൽ ഇട്ട് വെക്കാനായിട്ട് പ്രഭുപാദ് പറഞ്ഞു. അങ്ങനെ പ്രഭുപാദ് അദ്ദേഹത്തിന് വിട്ടു. അപ്പൊ ഇതില് തമാൽകൃഷ്ണ മഹാരാജ് പറയുന്ന ഒരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, പ്രഭുപാദ് എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് വെക്കുന്നത്, സേഫ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർവീസിന് ഭയങ്കര എളുപ്പമായിരിക്കും ചെയ്യുന്ന കാര്യത്തിന്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് മഹാരാജ് പറയുന്നത്, ആ ഒരു കീ നഷ്ടപ്പെട്ടത് പ്രഭുപാദിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സും ഒക്കെയാണ് അത് കീ. പക്ഷെ പ്രഭുപാദിന് ആ കീ നഷ്ടപ്പെട്ടതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ശിക്ഷ കൊടുക്കണമെങ്കിൽ GBCയെ വിളിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് മഹാരാജിനോട് ആ ഒരു പണിഷ്മെന്റ് മഹാരാജിന് കൊടുക്കാം. പക്ഷെ പ്രഭുപാദ് ആ ബെഡ് റിഡൺ ആയിരുന്ന സമയത്ത് ആ ഒരു കീ പോയപ്പം പ്രഭുപാദ് GBCയെ വിളിക്കാനായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് മഹാരാജ് പറയുന്നത്. അപ്പം പ്രഭുപാദ് തന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി തന്റെ ഉത്തരവാദിത്തങ്ങൾ, ആ ഒരു തീരുമാനം എടുക്കാനുള്ള ഉത്തരവാദിത്തം ഇസ്കോന്റെ പ്രധാന ഒരു കാര്യമാണ്. പക്ഷെ അതെടുക്കാനുള്ള ഉത്തരവാദിത്തം ഒരു തന്റെ നിന്ന് GBCക്ക് അത് കൊടുക്കുന്നതായിട്ട് ആ ഒരു ട്രാൻസ്ഫർ ഓഫ് പവറിന്റെ ഒരു കാര്യമാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു തീരുമാനം എടുക്കാൻ പോലും GBCയെ വിളിച്ച് തീരുമാനം എടുക്കാനാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അതനുസരിച്ച് വേണം നമ്മളും ഈ GBC ആ ഒരു ഇതിനെ ഫോളോ ചെയ്യാൻ. അത് ആ ഒരു അതിന്റെ പ്രഭുപാദിന്റെ മാൻഡേറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ആണ് മഹാരാജ് അതിനകത്ത് പറയുന്നത്.